ഹലോ, വെൽക്കം ടു ലൈവ് കമ്മ്യൂണിറ്റി. നമ്മുടെ കുട്ടികളുടെ പഠനത്തിലെ പ്രധാന വില്ലൻ ആരെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അത് മൊബൈലും ലാപ്ടോപ്പുമാണെന്ന്. എന്നാൽ ലൈവ് അങ്ങനെയല്ല കരുതുന്നത്. ഞങ്ങൾ പറയുന്നത് ടെക്നോളജി ഒരു വില്ലനല്ല, മറിച്ച് അത് ശരിയായി ഉപയോഗിച്ചാൽ നല്ലൊരു ലേണിംഗ് ടൂളാണ്. ഗാഡ്ജറ്റുകളെ എങ്ങനെ കുട്ടികളുടെ പഠനത്തിന് പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കുട്ടികൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ എറയിലാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ഗാഡ്ജറ്റുകളെ നമുക്ക് പൂർണ്ണമായും മാറ്റിവെക്കാൻ കഴിയില്ല. പകരം ലൈവ് മുന്നോട്ട് വെക്കുന്നത് ഗൈഡഡ് യൂസേജ് ആണ്. അതായത് കുട്ടികൾ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് പൂർണ്ണമായും അതിലൊരു മോണിറ്ററിംഗ് ഉണ്ടായിരിക്കണം. അതവരെ പേടിപ്പിക്കാനല്ല, മറിച്ച് ഫോക്കസ് നഷ്ടപ്പെടാതിരിക്കാനാണ്. പഠനം എങ്ങനെ എഫക്റ്റീവ് ആക്കാം? കുട്ടികളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമാണ്. ആദ്യത്തേത് ഇന്ററാക്റ്റീവ് ലേണിംഗ്. പാഠപുസ്തകത്തിലെ കഠിനമായ പാഠങ്ങൾ കാണുന്നതിനേക്കാൾ വേഗത്തിൽ വീഡിയോകളിലൂടെയും ആനിമേഷനുകളിലൂടെയും കാര്യങ്ങൾ പഠിക്കാൻ കുട്ടികളെ ഗാഡ്ജറ്റുകൾ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തേത് സ്കിൽ ഡെവലപ്മെന്റ്. പഠനത്തിന് പുറമെ കോഡിങ്ങോ ഡിജിറ്റൽ ആർട്ടോ പഠിക്കാൻ ഒരു 30 മിനിറ്റ് അവർക്ക് നൽകാം. ഇത് അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കും. അവസാനത്തേത് ലൈവ് സെഷൻസ്. നമ്മുടെ ലൈവ് സെഷനുകളിൽ പങ്കെടുക്കുന്നത് വഴി മറ്റു കുട്ടികളുമായി സംവദിക്കാനും സംശയങ്ങൾ അപ്പോൾ തന്നെ തീർക്കാനും സാധിക്കും. പാരന്റ്സ് ആർ പാർട്ട്നേഴ്സ്. കുട്ടികൾക്ക് ഗാഡ്ജറ്റുകൾ നൽകി ദൂരേക്ക് മാറി നിൽക്കരുത്. അവർ എന്ത് പഠിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചോദിച്ചറിയണം. ഒരു പാരന്റൽ കൺട്രോൾ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി അവർ ഏതൊക്കെ വെബ്സൈറ്റുകൾ കാണുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താനായി സാധിക്കും. ക്രിയേറ്റിംഗ് എ സ്റ്റഡി എൻവയോൺമെന്റ്. വീട്ടിലൊരു ഡിവൈസ് ഫ്രീ സോൺ ഉണ്ടാക്കുക. ഉദാഹരണത്തിന് ഡൈനിങ് ടേബിളിലോ ബെഡ്റൂമിലോ ഫോൺ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുക. പഠനത്തിന് മാത്രമായി ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തുക. ഗാഡ്ജറ്റുകൾ അവിടെ മാത്രം ഉപയോഗിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കുക. ഉപയോഗശേഷം അത് കൃത്യമായി ഓഫ് ചെയ്ത് വെക്കാനുള്ള ഡിസിപ്ലിനും വളർത്തുക. ഭാവിയിലെ തൊഴിൽ മേഖലയിൽ ടെക്നോളജി ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അത് ഉപയോഗിക്കാൻ ഇപ്പോൾ തന്നെ പഠിക്കണം, പക്ഷേ ഉത്തരവാദിത്തത്തോടെ. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ടിപ്സുകൾക്കായി ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.